മലപ്പുറത്ത് ദേശീയപാതയിലെ കുഴികൾ അടക്കാത്തതിൽ പ്രതിഷേധമുയരുകയാണ്. പൊതുമരാമത്ത് ദേശീയപാത വിഭാഗം അധികാരികൾക്കെതിരെ ജനപ്രതിനിധികൾ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിപിൻ, ഈ മലപ്പുറത്തേതടക്കമുള്ള ഈ ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾ അത് നാളെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി അവിടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നു പാർലമെന്റിൽ. അപ്പോഴും ഈ ദേശീയപാതകളിലെ കുഴികൾ അത് ഇപ്പോഴും അടയ്ക്കാതെ അതുപോലെ തന്നെ ആ സ്ഥിതിയിൽ തന്നെ തുടരുകയാണ്. ഇപ്പോൾ ജനപ്രതിനിധികൾ തന്നെ അവിടെ രംഗത്ത് വരുന്നു. ഇന്ന് വലിയ പ്രതിഷേധമുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഈ കാലതാമസം? കുഴികളടക്കാൻ വൈകുന്നത് എന്തുകൊണ്ടാണ്? അതെ, അതിനൊരു കൃത്യമായ മറുപടി പറയാൻ ഇപ്പോഴും പൊതുമരാമത്ത് ദേശീയപാത വിഭാഗത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അവർ കരാർ കൊടുത്തിട്ടുണ്ട്, കരാറുകാരൻ മഴ മാറുമ്പോൾ ചെയ്യും എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഈ മങ്കട നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധികൾ, UDFന്റെ ജനപ്രതിനിധികളാണ് ഈ സമരവുമായി എത്തി പ്രതിഷേധിച്ചത്. അവർക്ക് അതിനൊരു മറുപടി ലഭിക്കണമെന്ന് പറഞ്ഞപ്പോൾ മഴയാണ്, അത് കഴിയുമ്പോൾ ഈ കരാർ പണി തുടങ്ങും എന്നുള്ളതൊക്കെയായിരുന്നു മറുപടിയായി ലഭിച്ചത്. പക്ഷേ കഴിഞ്ഞ 10 ദിവസമായി മഴ പെയ്തിട്ടില്ല. പിന്നെയും എന്തുകൊണ്ട് പണി നടക്കുന്നില്ല എന്നുള്ളതിന് ഒരു കൃത്യമായിട്ടുള്ള ഉത്തരമില്ല എന്നുള്ളതാണ്. ഇത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയാണ്. ഇതിൽ അങ്ങാടിപ്പുറത്തൊക്കെ മണിക്കൂറുകൾ നീണ്ട ഗതാഗതക്കുരുക്കാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. അവിടെ ഒരു പാലം ഇടുങ്ങിയതായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടുള്ള ഒരു ബ്ലോക്കുണ്ട്. അതിന് പുറമെയാണ് ഈ കുഴികൾ കാരണം ബ്ലോക്ക് വളരെ കൂടുന്നതും ഒപ്പം തന്നെ ഈ വാഹനങ്ങൾ വീഴുകയും ചെയ്യുന്നത്. അത് ഒരു വലിയ ചതിക്കുഴികൾ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ റോഡിൻ്റെ നടുക്കൊക്കെ വലിയ കുഴികളാണ്, വലിയ ഗർത്തങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അടയ്ക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണം എന്നുള്ളതാണ് ഈ ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടത്. അപ്പോൾ MLA നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടന്നിട്ടുള്ളത്. പലവിധത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും റോഡിൽ അതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് നിലവിലുള്ള ഒരു സാഹചര്യം. പ്രത്യേകിച്ച് ഈ ദേശീയപാത വിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിലൊരു അലസതയുണ്ട്, ഒരു അവഗണനയുണ്ട് എന്നുള്ളത് കൂടി ഇവർ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധികൾ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി എത്തി. അപ്പോൾ എത്രയും വേഗം ഈ പണി തീർക്കുമെന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പ്രജിത്ത്. വിപിൻ സി വിജയനാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.